ഹേ ഗൈസ്, വെൽക്കം ടു ദ തേർഡ് ഡേ ഇൻ ഹനോയ്. ഇന്ന് നമുക്ക് ഹനോയിൽ ഒരു അടിപൊളി ഇവൻറ്റ്ഫുൾ ഡേ ആയിരിക്കും. ഫസ്റ്റ് നമ്മൾ ബാൻമി കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. വിയറ്റ്നാം പ്ലാൻ ചെയ്തപ്പോൾ തുടങ്ങി മിസ് ചെയ്തത് എന്ന് വിചാരിച്ച 1-2 റെസ്റ്റോറൻറ്റ്സിൽ ഒരെണ്ണമാണ് ദ നോട്ട്സ് കഫേ. നോട്ട്സ് കഫേ പറഞ്ഞാൽ ഒരുപാട് സ്റ്റിക്കി നോട്ട്സ് ഒട്ടിച്ച് വെച്ചിട്ടുള്ള ബിൽഡിങ് ഫുൾ സ്റ്റിക്കി നോട്ട്സ് ആയിട്ടുള്ള ഒരു കഫേ. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ വൈബ് തന്നെയാണ്. ഇത് മിസ് ഔട്ട് ചെയ്തതെന്നുള്ളത് കൊണ്ടിട്ട് എന്തായാലും ഇവിടെ കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ വെച്ചു. സോ ഇവിടെ കയറണമെങ്കിൽ പെർ പേഴ്സൺ എന്തെങ്കിലും ഒരു ഐറ്റം ഓർഡർ ചെയ്താലാണ് നമുക്ക് സീറ്റിംഗ് കിട്ടുള്ളൂ. നമ്മളൊരു സോൾട്ടഡ് കോഫി ആൻഡ് ഒരു തിരാമസു കേക്കാണ് പറഞ്ഞത്. ഒരു വിൻഡോ സൈഡ് സീറ്റാണ് കിട്ടിയത്. ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര അടിപൊളിയായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഒരു കുഞ്ഞ് മെസ്സേജൊക്കെ എഴുതി ഒട്ടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇത് ഭയങ്കര അടിപൊളിയാണ്. ഒരുപാട് ആൾക്കാരുടെ പല മെസ്സേജസാണ് ഈ വോളിൽ ഫുള്ളുള്ളത്. അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു സ്ട്രീറ്റ് ഭയങ്കര രസമാണ് കാണാൻ. ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിലാണ് ഡോൾഫിൻ നോസ് ബിൽഡിംഗ് ഉള്ളത്. അത് ഡിമോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ബായ് ഡാ സോങ് ഹോങ് പാർക്കിലേക്കാണ്. നോട്ട്സ് കഫേയിൽ നിന്ന് ഏകദേശം 8.6 കിലോമീറ്റേഴ്സ്, ഒരു 22 മിനിറ്റ്സ് ജേർണിയാണ് ഉണ്ടാവുക. നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഗ്രാബ് എടുത്ത് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇന്ന് ഹനോയ് ടു സാപ്പ ഞങ്ങൾ ഓവർനൈറ്റ് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഓൾറെഡി റൂം ചെക്കൗട്ട് ചെയ്തിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ ഈ പാർക്കിൽ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം റെയിൻബോ സ്ലൈഡ് ആയിരുന്നു. വിയറ്റ്നാം ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തുടങ്ങി കാണുന്ന സജഷനിലെല്ലാം വരുന്നൊരു കാര്യമായിരുന്നു ഈ റെയിൻബോ സ്ലൈഡ്. ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഇവിടെ എത്തുമ്പോൾ ഈ റെയിൻബോ സ്ലൈഡ് മാത്രം ഉണ്ടാകുമെന്നായിരുന്നെങ്കിലും ഇവിടെ വന്നപ്പോൾ ഞങ്ങളൊന്ന് ഞെട്ടി. ഇത് ഇത്രയും വലിയൊരു സ്പേസ് ആണെന്ന് അറിയണ്ടായില്ല. ഈ സ്ഥലത്ത് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് 70,000 VND ആണ് ചാർജ് വരുന്നത്. ഏകദേശം ഒരു 250 രൂപയിൽ താഴെ. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഉള്ളതൊരു വലിയൊരു സൂര്യകാന്തി പാടാണ്. ഉണ്ടൽപേട്ട് പോയി സൂര്യകാന്തി കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം എനിക്കിവിടെ തീർന്നു കിട്ടി. അങ്ങനെ ഒരുപാട് നേരം ഇവിടെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് നിന്നു. ഈ പാർക്ക് ഓപ്പൺ ചെയ്യുന്നത് 7 AM തുടങ്ങി നൈറ്റ് 11 PM വരെ ഉണ്ടാവും. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഒരു അടിപൊളി ഓപ്ഷനായിരിക്കും ഇത്. പിന്നെ ഇവിടെ ഒരു ഡോഗ് പാർക്ക് ഉണ്ട്. വിയറ്റ്നാമിൽ മോസ്റ്റ്ലി ആൾക്കാർ ഡോഗ്സ് ആയിട്ടാണ് നടക്കാനും പല സ്ഥലങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നത്. അവർ ചെയിനൊന്നും ഇല്ലാണ്ട് തന്നെ ഡോഗ്സ് അവരുടെ ഒപ്പം നടക്കുന്നത് കാണാം. എവിടെ ഓടിപ്പോവാണ്ട് അവരുടെ അടുത്ത് തന്നെ വിളിച്ചാൽ വരുന്ന പോലെ അങ്ങനെ ട്രെയിൻ ചെയ്തിട്ടാണ് അത് ഡോഗ്സിനെ കൊണ്ട് നടക്കുന്നത്. ശരിക്കും ഈ സ്ഥലം ഇത്ര അടിപൊളിയാന്ന് നിർത്തിയിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ ഇങ്ങോട്ടേക്ക് വരാൻ പ്ലാൻ ചെയ്താൽ. ഇന്ന് പക്ഷേ ഇനി അധികം ടൈമില്ല, ഇന്ന് തിരിച്ച് പോകേണ്ടതുകൊണ്ട് ഇവിടെ ഫുൾ ബീൻ ബാഗൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈവനിങ് ഒരു സൺസെറ്റൊക്കെ കാണാൻ പറ്റിയ സ്ഥലമാണ്. അപ്പം ഇവിടെയാണ് നമ്മളുടെ റെയിൻബോ സ്ലൈഡ്. റെയിൻബോ സ്ലൈഡ് കാണാൻ പോയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു വണ്ടി പോലെ ഒരു സാധനം വലിച്ച് വന്നിട്ട് അതിൽ കയറി ആൾക്കാർ താഴത്തേക്ക് പോകണമുണ്ട്. കാണാൻ നല്ല രസമുണ്ട് അല്ലേ? പിന്നെ റെയിൻബോ സ്ലൈഡിൽ കയറാൻ കൺവിൻസിങ് ആയിരുന്നു അടുത്ത പണി. എല്ലാവരും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്ത് പ്രശ്നമൊന്നും ഇല്ലയെന്ന് കാണിച്ചൊന്ന് കയറ്റുക എന്നുള്ളതായിരുന്നു ടാസ്ക്. ഫൈനലി ഞങ്ങൾ എങ്ങനെയൊക്കെ എല്ലാവരും കൺവിൻസ് ആക്കി. ഹായ് ഗൈസ്, നമ്മൾ റെയിൻബോ സ്ലൈഡ് കയറാൻ പോവാണ്. ഇതാണ് റെയിൻബോ സ്ലൈഡ്. റെയിൻബോ സ്ലൈഡിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ഇതിൻ്റെ അകത്ത് തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. 50,000 VND ആണ് പെർ പേഴ്സൺ വരുന്നത്. ഏകദേശം ഒരു 170 റുപ്പീസ്, അറൗണ്ട് 200 ബിലോ ആണ് ഇന്ത്യൻ റുപ്പീസിൽ വരിക.
ഇതൊരു ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. ഈ സ്ലൈഡ് ഫുൾ റോളേഴ്സാണ്. സോ ആ റോളേഴ്സിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നുണ്ടാവുക. ഭയങ്കര സ്പീഡിലാണ് പോവുക. നമ്മൾ ഇത്രയും സ്പീഡിലത് വരാമെന്ന് വിചാരിച്ചില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഇവിടെ വരികയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈവനിങ് ആയപ്പോഴേക്കും ഇവിടുത്തെ വൈബ് ഫുൾ മാറി. എല്ലായിടത്തും ലൈറ്റ്സൊക്കെ ആയിട്ട് ഫുള്ളൊരു ഭയങ്കര ഒരു അടിപൊളി വൈബായി. ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് ടു നൈറ്റ് ആ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ ഒരു അടിപൊളി സ്പേസ് ആയിരിക്കും അത്. ഇവിടെ ഇരിക്കാനാണെങ്കിലും അങ്ങനെ റെസ്റ്റോറൻറ്റ്സ് ആയിട്ടും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ മാരിയോ കാർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ കൂടെ ഉണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണിത്. ഇതിന് ഏകദേശം 30,000 VND പെർ പേഴ്സൺ, അതായത് ഒരു 100 rupees നിയർലി ഇന്ത്യൻ റുപ്പിയിൽ വരുന്നത്. ഞങ്ങളുടെ വിയറ്റ്നാം ട്രിപ്പിൽ ഒരു അടിപൊളി മെമ്മറിയിൽ ഒന്നായിരുന്നു ഇത്. ആ ഒരു ഈവനിങ് സൺസെറ്റ് ആവുന്ന ആ ഒരു സ്കൈയും ഒക്കെ കണ്ടിട്ട് പണ്ട് ഇങ്ങനെ പാർക്കിലൊക്കെ പോയി കാറൊക്കെ ഓടിച്ച് നടക്കുന്ന അതേ വൈബിലായിരുന്നു ഞങ്ങളെല്ലാവരും. എല്ലാവരുടെ ഉള്ളിൽ ആ ഇന്നർ ചൈൽഡ് ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് ഈ പാർക്കിൽ വന്നിട്ട്. ഇത് ഒരാൾക്ക് 10 മിനിറ്റ്സോളമാണ് ഇത് ഓടിക്കാൻ പറ്റുക. അത്രയും നേരം കഴിയുമ്പോഴേക്കും ഇത് തന്നെ ഓഫായി പോവും. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ ഈ മാരിയോ കാർട്ട്. ശരിക്കും നമ്മുടെ നാട്ടിൽ വേണ്ട, അല്ലെങ്കിലൊക്കെ നമ്മുടെ നാട്ടിൽ പാർക്കിൽ കുട്ടികൾക്ക് മാത്രമല്ല കളിക്കാൻ പറ്റുക. ഇവിടുത്തെ പാർക്കിൽ അങ്ങനെ ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എല്ലാവർക്കും എല്ലാത്തിലും കയറാൻ പറ്റും. ഇത് അടിപൊളി കാര്യമാണല്ലേ. അങ്ങനെ വൈകിട്ട് ട്രെയിൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ ടൈമായപ്പോൾ ഇറങ്ങാൻ നോക്കുമായിരുന്നു. ഒരു അടിപൊളി ഗാർഡനും അതിന് ഒരുപാട് ഫോട്ടോ സ്പോട്ട്സും ഒക്കെ ഉണ്ട് ഇവിടെ അതേപോലെ വിയറ്റ്നാമീസ് ഡ്രസ്സ് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. ഡ്രസ്സ് റെൻ്റ് ഔട്ട് ചെയ്ത് ആ ഡ്രസ്സിൽ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ച് ഗ്രാബ് കിട്ടാൻ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. ബിക്കോസ് ഓൾമോസ്റ്റ് ഈവനിങ് സൺസെറ്റ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് അധികം ആൾക്കാർ വരുന്നുണ്ടായില്ല ഈ ടൈമിൽ. അതുകൊണ്ട് തന്നെ റിട്ടേൺ വരുന്ന ഗ്രാബ് കുറച്ച് കുറവായതുകൊണ്ട് കുറച്ചധികം ടൈം എടുത്തു ഒരു ഗ്രാബ് ടാക്സി കിട്ടാൻ വേണ്ടിയിട്ട്. ഫൈനലി നമുക്ക് ടാക്സി കിട്ടി. ഞങ്ങളുടെ ഇനി നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഡോങ് സോൺ മാർക്കറ്റിലൊന്ന് കയറുക. അതാണ് ഇവിടുത്തെ മെയിൻ ഹനോയിലുള്ളൊരു മാർക്കറ്റ്. സോ ഷോപ്പിങ്ങിന് അവിടെ നിന്ന് എന്തൊക്കെ വാങ്ങാൻ പറ്റുമെന്നൊന്ന് ചുമ്മാ നോക്കി വയ്ക്കുക. നമ്മൾ ഇൻസാപ്പ പോയിട്ട് റിട്ടേൺ ലാസ്റ്റ് ഡേ ഹനോയ് എത്തും. അന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നുള്ളൂ. അപ്പോൾ അന്ന് വാങ്ങാൻ വേണ്ടി വെറുതെ നോക്കി വയ്ക്കുക എന്നുള്ള പ്ലാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിന്ന് ട്രെയിൻ സ്ട്രീറ്റ് ഒന്ന് പോകാനുള്ളൊരു പ്ലാൻ കൂടിയുണ്ട്.
ഇതാണ് ഡോങ്സ്വാൻ മാർക്കറ്റിലേക്കുള്ള ആ ഒരു റൂട്ട്. നല്ല രസമില്ലേ, പല ഫ്ലവർ ഷോപ്സൊക്കെ ആയിട്ട്. ഞങ്ങൾ ചെന്ന ടൈമിൽ ഓൾമോസ്റ്റ് ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങുന്ന ഒരു ടൈമായിരുന്നു. ഇതൊരു വീക്ക് ഡേ ആയതുകൊണ്ടും ഇന്ന് ഈ ഒരു ടൈമിൽ വന്നതുകൊണ്ടും നമുക്ക് പല സാധനങ്ങൾക്കും ബാർഗെയിൻ ചെയ്ത് നല്ലൊരു റേറ്റ് കുറച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ ലാസ്റ്റ് ഡേ ആണ് ബാക്കി ഷോപ്പിംഗ് പ്ലാൻസൊക്കെ ഉള്ളത്. മാർക്കറ്റിന് പുറത്തും ഇതേപോലെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. പല 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 ഡിഫറെൻറ്റ് സാധനങ്ങളുടെ ഷോപ്സാണ് എല്ലാ സൈഡിലും ഉള്ളത്. ലാൻറ്റേൺസ്, ഗിഫ്റ്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. തൽക്കാലം നമുക്ക് ലഗേജ് കുറവായതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും വാങ്ങാൻ പറ്റില്ല. സാരില്ല, നമുക്ക് പിന്നെ വരാം. കാണുമ്പോൾ കൊതിയാവുന്നുണ്ട്. കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ വാങ്ങി പോകാനൊക്കെ തോന്നി. പക്ഷേ തൽക്കാലം വേണ്ട വെച്ച് നമ്മളൊരു ബാൻമി ഷോപ്പ് കയറി. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല. ഇടയ്ക്കൊരു ജ്യൂസൊക്കെ കുടിച്ചു എന്നല്ലാണ്ട് രാവിലെ കഴിച്ച ബാൻമി കഴിച്ചാൽ പിന്നെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബാൻമി 25 നിന്ന് ഒരു ബാൻമി ഓർഡർ ചെയ്തിട്ട് വെയിറ്റിംഗ് ആണ്. ഇവിടെ വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ബാൻമി ഉണ്ടാവും. അതിൽ ഓൾമോസ്റ്റ് എല്ലാ നേരവും ബാൻമി തന്നെയായിരുന്നു ഈ ഹനോയിലുള്ള ടൈമിൽ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഫേമസ് ട്രെയിൻ സ്ട്രീറ്റ് എത്തി. ഇവിടെ കുറച്ചൊക്കെ സ്കാം ഉണ്ട്. ഇവിടെ ഓരോ കഫേയുടെ ഫ്രണ്ടിൽ സീറ്റിൽ ഇരിക്കണമെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്താലേ ഇരിക്കാൻ പറ്റുള്ളൂ. കുറച്ച് എക്സ്പെൻസീവാണ്. അതുപോലെ ഇപ്പോൾ ട്രെയിൻ വരുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഇരുത്താനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ട്രെയിൻ ടൈമിങ് നോക്കി കൺഫേം ചെയ്തിട്ട് മാത്രം പോവുക. എല്ലാ ഡേയ്സിലും ഒരേ ടൈം ആയിരിക്കില്ല. അങ്ങനെ നമ്മളിവിടെ ട്രെയിൻ കണ്ടു. നമ്മുടെ ഒരു 1 ഹാൻഡ് ഡിസ്റ്റൻസ് പോലും ഇല്ലാണ്ടാണ് ഈ ട്രെയിൻ പോവുക. കുറച്ച് ഡേഞ്ചർ അല്ലേ ചോദിച്ചാൽ ഡേഞ്ചർ തന്നെയാണ്. സോ അങ്ങനെ ആ ബക്കറ്റ് ലിസ്റ്റ് ടിക്കായി. ഞങ്ങളിവിടെ നിന്ന് തിരിച്ച് ഞങ്ങളുടെ സ്റ്റേ ഇവിടെ അടുത്ത് തന്നെ നടക്കാനുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് തിരിച്ച് സ്റ്റേയിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ ലഗേജ് ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അവിടെ ചെന്ന് ലഗേജൊക്കെ എടുത്ത് നമുക്കിനി റെയിൽവേ സ്റ്റേഷൻ പോകണം. പോണതിന് മുന്നേ ഒരു സർക്കിൾ ടീയിൽ കയറി കുറച്ച് സ്നാക്സ് എന്തെങ്കിലും വാങ്ങി വെക്കാൻ വെച്ചു. ബിക്കോസ് നൈറ്റ് ഓവർനൈറ്റ് ട്രെയിനാണ് നമുക്കുള്ളത്. അപ്പോൾ തൽക്കാലം ഒരു സ്നാക്സ് വല്ല വിശന്നാൽ കഴിക്കാൻ വേണ്ടി ഒരു ബാക്കപ്പ് ഓപ്ഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഹനോയിലെ റെയിൽവേ സ്റ്റേഷനാണ്. ഞങ്ങൾ ഓൾറെഡി ഇനി സാപ്പയിലേക്ക് പോകുന്ന അവിടുത്തെ ഹോട്ടലിലെ മാനേജർ വഴി ഇനിയുള്ള ട്രെയിൻ അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമുക്കിവിടെ ടിക്കറ്റ് കാണിച്ചപ്പോൾ അവർ വെയിറ്റിംഗ് പറഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 2 hours ഏർലിയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ട്രെയിൻ മിസ്സാക്കുക എന്നുള്ളൊരു കാര്യം നമുക്ക് ആലോചിക്കാൻ വയ്യ. ബിക്കോസ് ട്രെയിൻ ഒരു ഓൾമോസ്റ്റ് 3500 ആ ഒരു റേഞ്ച് ഉണ്ട് കോസ്റ്റ്. നമുക്കിവിടെ ചാപ്പ എക്സ്പ്രസ് ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തത്. അതിനൊരു VIP ലോഞ്ച് ഏരിയ ഉണ്ട്. ഞങ്ങൾ കുറച്ച് അന്തം വിട്ട് പോയി. ഇത്രയും അടിപൊളി ലോഞ്ച് ഏരിയയൊക്കെ ഉള്ള ട്രെയിനാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്കും കുറച്ച് പോപ്കോണൊക്കെ കിട്ടി ലോഞ്ചിൽ. ഞങ്ങളായിരുന്നു ആദ്യം എത്തിയത്. കുറച്ച് ഏർലി ആയിട്ട് വന്നുകൊണ്ടിട്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ ആ ടൈമിൽ ലോഞ്ചിൽ. ശരിക്കും നമ്മുടെ ട്രെയിൻ തന്നെയാണോ എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നി കുറച്ച് നേരം. എന്തായാലും നേരത്തെ വന്നത് കാര്യമായി. ഞങ്ങൾക്കിവിടെ സീറ്റൊക്കെ ഇട്ട് ഞങ്ങളൊന്ന് സെറ്റിലായി. ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഞങ്ങൾക്ക് ചാപ്പ എക്സ്പ്രസിൻ്റെ ഒരു ആൾ വന്നിട്ട് ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നു. അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിനിൻ്റെ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഞങ്ങളിതിൽ 4 ബെഡ് വരുന്ന കോച്ച് അങ്ങനെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ട് സിംഗിൾ ആയിട്ടുള്ള ബെഡുള്ളൊരു കോച്ച് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ്. അതുകൊണ്ടിട്ട് നമ്മൾ ഈ ഒരു
ഓപ്ഷനാണ് എടുത്തത്. നമ്മുടെ ട്രെയിനിൽ 6 ബെഡാണല്ലോ ഉണ്ടാവുക ഒരു കോച്ച് പോലെ. അതുപോലെ ഇവിടെ 4 എണ്ണമാണ് ഉള്ളത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ കേട്ടോ. ട്രെയിനിൻ്റെ അകത്ത് കയറുമ്പോൾ ഇതാണ് വ്യൂ. അടിപൊളിയല്ലേ? ഇനി നമുക്ക് ഒരു റൂം പോലെ ഡോറുണ്ട്. ഡോറ് തുറക്കുമ്പോൾ ഇങ്ങനെയാണ്. നമുക്ക് ഇത്രയും സാധനം കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടും. വെള്ളവും സ്നാക്സും കോംപ്ലിമെൻ്ററി ആയിട്ടൊരു ഡ്രിങ്ക്, സോഫ്റ്റ് ഡ്രിങ്ക് എന്തെങ്കിലും, അല്ലെ ബിയർ ഉണ്ടെങ്കിൽ അതും, എന്തെങ്കിലും നമുക്ക് നമ്മുടെ ഓപ്ഷന് എന്തെങ്കിലും ഒരെണ്ണം എടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്. ഇതൊക്കെ കണ്ട് ഞങ്ങൾ അന്തം വിട്ട് പോയി. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ട്രെയിൻ എക്സ്പീരിയൻസ്. അങ്ങനെ ട്രെയിൻ എടുത്തു. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ട്രെയിനിൻ്റെ അകത്തു നിന്നുള്ള കാഴ്ച കേട്ടോ. അങ്ങനെ പൊതുവേ കാണാത്തൊരു കാഴ്ചയാണല്ലോ ട്രെയിനിൻ്റെ അകത്തു നിന്ന് ഈ വ്യൂ. ഇങ്ങനെയാണ് നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് കാണുക. അപ്പോൾ നാളെ രാവിലെ എണീക്കുന്നത് സാപ്പയിലായിരിക്കും. ട്രിപ്പിൽ ഞങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്തതും ഏറ്റവും അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തതായ സ്ഥലമാണ് സാപ്പ. സാപ്പയിലെ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ ബൈ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.